السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آله وصحبه وجنوده وجميع مشايخنا الأزهرية الشارعية وجميع المؤمنين. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, മനസ്സിൻ്റെ 40ലേറെ രോഗങ്ങളിൽ 9ാമത്തെ രോഗമായ തഅ്ലീമുൽ ഉമറാ, മുതലാളിമാരെ ബഹുമാനിക്കുക. സമ്പത്തുള്ളവരെ സമ്പത്തിൻ്റെ പേരിൽ ബഹുമാനിക്കുക എന്ന് പറയുന്നത്, ആ ബഹുമാനത്തെ ഇഷ്ടപ്പെടുന്നത് മനസ്സിൻ്റെ വലിയ രോഗമാണ്. 9ാമത്തെ മനസ്സിൻ്റെ രോഗമാണ് തഅ്ലീമുൽ ഉമറാ, അതായത് രാജാക്കന്മാരെ, സമ്പത്ത് ഉടയവർ, സമ്പത്തിൻ്റെ ആളുകളെ ബഹുമാനിക്കുക. അവരുടെ ബഹുമാനം സമ്പത്തിൻ്റെ പേരിൽ കൊണ്ട്, അധികാരത്തിൻ്റെ പേര് കൊണ്ടിട്ടാണോ അവരെ ബഹുമാനിക്കുന്നത്, അത് വളരെ മോശപ്പെട്ടതാണ്. അതേ സ്ഥാനത്ത് വയസ്സ് നമ്മളെക്കാളുണ്ട്, ദീനീ ഖിദ്മത്തുകൾ, ദീനിന് വേണ്ടി ചിലപ്പോൾ നമ്മളെക്കാളും മഹത്വമുള്ളവർ മറ്റുള്ളവർ എന്ന് ചിന്തിക്കണമെന്ന ശൈലിയിൽ ദീനിന് വേണ്ടി ബഹുമാനിക്കുന്ന വിഷയം മറ്റൊന്നാണ്. പരിശുദ്ധമായിരിക്കുന്ന ശരീഅത്തുൽ ഇസ്ലാമിയ പവിത്രമായിരിക്കുന്ന വസ്തുവാണ്. അതിൻ്റെ അണ്ടറിലാണ് നമ്മളും അവരും എല്ലാം ഉള്ളത്. എന്നാൽ നമ്മളിലും അയബുകൾ ഉണ്ടാകാം, അവരിലും അയബുണ്ടാകാം. എന്നാൽ എന്നേക്കാളും അയബ് കുറഞ്ഞവരാണ് മറ്റുള്ളവർ എന്ന് ചിന്തിക്കുക. അത് മനുഷ്യൻ്റെ ഒരു സൽസ്വഭാവമാണ്. അതേ സ്ഥാനത്ത് സമ്പത്തിന് വേണ്ടി, അധികാരത്തിന് വേണ്ടി മുതലാളിമാരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ അത് വലിയ ഒരു മനസ്സിൻ്റെ രോഗമാണ്. പരിശുദ്ധ ഖുർആൻ സൂറത്തുൽ കഹ്ഫ് 28ാമത്തെ ആയത്തിൽ പറഞ്ഞു, വസ്ബിർ നഫ്സക മഅല്ലദീന യദ്ഊന റബ്ബഹും ബിൽ ഗദാത്തി വൽ അശിയ്യി യുരീദൂന വജ്ഹഹു വലാ തഅദു ഐനാക അൻഹും തുരീദു സീനത്തൽ ഹയാത്തി ദുനിയ വലാ തുതിഉ മൻ അഗ്ഫൽനാ ഖൽബഹു അൻ ദിക്രിനാ വത്തബഅ ഹവാഹു വകാന അംറുഹു ഫുർതാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ തങ്ങളോട് അല്ലാഹു സുബ്ഹാനഹു തആല പറഞ്ഞു, രാവിലെയും വൈകുന്നേരമെല്ലാം റബ്ബിലേക്ക് പ്രാർത്ഥിക്കുന്ന, അള്ളാഹുവിൻ്റെ പൊരുത്തം ആഗ്രഹിക്കുന്ന ആ പാവപ്പെട്ട ആൾക്കാർ, അവരെ കൂടെ തങ്ങൾ ക്ഷമിച്ച് നിൽക്കണം. മാത്രമല്ല, അവരെ വിട്ടിട്ട് മറ്റുള്ളവരിലേക്ക് നിങ്ങളെ കണ്ണ് തിരിയാൻ പാടില്ല എന്നും, മാത്രമല്ല അവർ ദുനിയാവിൻ്റെ ആളുകൾ എന്ന നിലക്ക് അവരിലേക്ക് തിരിയണ്ട നിലക്കും, അതുകൊണ്ട് റബ്ബിനെ തൊട്ട് ഗാഫിലാകരുത് എന്ന് അല്ലാഹു സുബ്ഹാനഹു തആല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഇറക്കിയ ആയത്തിൽ സർവ്വ മുസ്ലിമീങ്ങൾക്കും വലിയൊരു ഉപദേശമാണിത്. അതായത് ഈ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു തആല പറയുന്നത്, ഖിയാമത്ത് നാൾ വരെ ഉള്ള മുസ്ലിം സമുദായം, കാഫിരീങ്ങൾ, മുതക്കബ്ബിരീങ്ങൾ, കിബ്രന്മാർ, റിയാഇൻ്റെ ആളുകൾ, സമ്പത്തിൻ്റെ ആളുകൾ, അവരെ പിന്നാലെ പോകരുത്. അവരെ ഇതാഅത്ത് ചെയ്യുന്നതിനേക്കാളും മുഖ്ലിസായ, സ്വാലിഹായ, പാവപ്പെട്ട മുസ്ലിമീങ്ങളെ ഇതാഅത്ത് ചെയ്യണമെന്നും, അതുകൊണ്ട് സമ്പത്തിൻ്റെ പേരിൽ സമ്പത്തിൻ്റെ ആളുകളെ വാക്കുകൾ മാത്രം കേട്ട് പരിശുദ്ധമായിരിക്കുന്ന ദീന് നശിപ്പിക്കരുത് എന്നും, സ്വന്തത്തിൻ്റെ ദീനും നഷ്ടപ്പെടുത്താൻ പാടില്ല എന്നും, അതുകൊണ്ട് തന്നെയാണ് അമ്പിയാക്കൾ, ഔലിയാക്കൾ അധികവും പാവപ്പെട്ട ആളുകളായിരുന്നു എന്നും നൂറുൽ ഇർഫാന് ഈ ആയത്ത് വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞത് കാണാം. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ, പാവപ്പെട്ട ആളുകളെ നിസ്സാരപ്പെടുത്തി അതേ സ്ഥാനത്ത് മുതലാളിമാരെ ബഹുമാനിച്ച് മുതലാളിമാരിലേക്ക് തിരിയുക എന്ന് പറയുന്നത് മനസ്സിൻ്റെ വലിയ രോഗമാണ്. ഒരു ഹദീസ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തസ്ലീമൻ കസീറൻ തങ്ങൾ പഠിപ്പിച്ചത്, ഇമാം ഇബ്നു മാജ റളിയല്ലാഹു അൻഹു കിതാബു സുന്ന ബാബു ഇന്തിഫാഇ ബിൽ ഇൽമി വൽ അമലി ബിഹി 1ാം വാല്യം 166, അതായത് ഇബ്നു മാജ 255ാമത്തെ ഹദീസ് ബഹുമാനപ്പെട്ട സയ്യിദുന അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ജുബ്ബുൽ ഹുസ്നിനെ തൊട്ട് നിങ്ങൾ കാവലിനെ തേടണം. സ്വഹാബത്ത് ചോദിച്ചു, അല്ലാഹുവിൻ്റെ റസൂലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ജുബ്ബുൽ ഹുസ്ൻ എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അത് ജഹന്നം എന്ന നരകത്തിലെ ഒരു സ്ഥലം,
സ്വന്തമായി നരകം തന്നെ ആ സ്ഥലത്തെ തൊട്ട് ദിവസവും 400 പ്രാവശ്യം അള്ളാഹുവിനോട് കാവലിനെ തേടുന്ന. അപ്പോൾ ചോദിക്കപ്പെട്ടു, അള്ളാഹുവിൻ്റെ റസൂലെ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെയുള്ള ആ നരകത്തിൻ്റെ സ്ഥലത്തിൽ പ്രവേശിക്കുന്നവർ ആരാണ്? നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചത് റിയാ ഉള്ള ഖുറാ. നാം ചിന്തിക്കണം, പ്രത്യക്ഷത്തിൽ ഇൽമുമായി ബന്ധമുള്ള ഇൽമിൻ്റെ വേഷമുള്ള ആളുകളിൽ തന്നെ റിയാ ഉള്ള ഖുറാഇങ്ങൾ ആ നരകത്തിൻ്റെ ആ സ്ഥലത്തിൽ ഇടപെടുമെന്നും അള്ളാഹുവിൻ്റെ അടുക്കൽ അവർ വലിയ മബ്ഹൂദ് ദേശപ്പെട്ട ഖുറാകളായിരിക്കും, വേഷത്തിൽ ഇൽമിൻ്റെ അഹ്ലുകാരായിരിക്കും. എന്നാൽ അള്ളാഹുവിൻ്റെ അടുക്കൽ വളരെ ദേശപ്പെട്ട കോപം പിടിക്കപ്പെട്ട ഖുറാകൾ എന്നും. അവരെ ആരാണവർ? അവർ മുതലാളിമാരെ സമ്പത്തിൻ്റെ പേരിൽ, അധികാരത്തിൻ്റെ പേരിൽ കണ്ടുമുട്ടുന്നു, അവരോട് മുലാഖാത്ത് നടത്തുന്നു, അങ്ങനത്തെ ആളുകൾ എന്ന് ഇബ്നു മാജ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്ത ഹദീസിൽ കാണാം. അപ്പം അതുകൊണ്ട് മുതലാളിമാരെ ബഹുമാനിക്കുക എന്ന് പറഞ്ഞാൽ വളരെ കൂടുതൽ നാം ശ്രദ്ധിക്കണം. ഇന്ന് ചിലപ്പോൾ ദീനിന് വേണ്ടി മറ്റും സ്ഥാപനങ്ങൾക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ഉമറാഇനെയും അതുപോലെ അഹ്ലുസുന്നത്ത് വൽ ജമാഅത്തിന്റെ ശക്തിക്ക് വേണ്ടിയൊക്കെ ചിലപ്പോൾ ദീനിയായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഉമറാഇനോടൊക്കെ ചിലപ്പോൾ ബന്ധപ്പെടേണ്ടി വരും. അതേ സ്ഥാനത്ത് വരും സമ്പത്ത് കിട്ടുന്നതിൻ്റെ പേരിൽ, വ്യക്തിപരമായി സമ്പത്ത് കിട്ടുന്നതിൻ്റെ പേരിലും വ്യക്തിക്ക് അധികാരം കിട്ടുന്നതിൻ്റെ പേരിലും കൈവതും ഉമറാ മുതലാളിമാരോട് അവരെ ബഹുമാനിക്കുക എന്ന ശൈലി നാം ഉപേക്ഷിക്കേണ്ടതുണ്ട്. കാരണം മുതലാളിയെ ബഹുമാനിച്ചുകൊണ്ട് എഴുന്നേറ്റ് നിന്നാൽ ദീനിൻ്റെ എത്രയോ അംശങ്ങൾ നീങ്ങുമെന്ന് ഹദീസുകൾ പഠിപ്പിച്ചത് ഫുഖഹാ തൻ്റെ ഫിഖ്ഹിൻ്റെ കിതാബ് ഫത്ഹുൽ മീനടക്കം പറഞ്ഞതാണ്. അപ്പം അതുകൊണ്ട് മുതലാളിമാരെ ബഹുമാനിക്കുക സമ്പത്തിൻ്റെ പേരിലും അധികാരത്തിൻ്റെ പേരിലും അത് വളരെ മോശപ്പെട്ടതാണ്. മുസ്ലിമീങ്ങൾ അത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ തൊട്ട് രക്ഷപ്പെടൽ നിർബന്ധമാണ്. അപ്പം ഏതായാലും നാം പ്രത്യേകിച്ചും ചിന്തിക്കേണ്ടതുണ്ട്. സമ്പത്തിൻ്റെ ആൾക്കാർ, ദുനിയാവിൻ്റെ ആൾക്കാർ ചിലപ്പോൾ ഭക്ഷണത്തിന് വിളിച്ചാൽ തന്നെ നമ്മുടെ അടുത്ത കഴിഞ്ഞു പോയ മഹാന്മാർ വളരെ സൂക്ഷ്മത പാലിച്ചിരുന്നു. ബഹുമാനപ്പെട്ട സദുർ ശരിയ അല്ലാമ അംജദ് അലി ആദമി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ശിഷ്യനും ഹുജ്ജത്തുൽ ഇസ്ലാം ഹാമിദ് റള റഹിമഹുള്ളയുടെ ഖലീഫ പ്രതിനിധിയും മുഹദ്ദിസുൽ ആലം അസ്സയ്യിദ് മുഹമ്മദ് അൽ അഷ്റഫി റഹ്മത്തുള്ളാഹി അലി, അതായത് അല്ലാമ തഖിയുദ്ദീൻ മലൈബാരി ശിഗൗ റഹ്മത്തുള്ളാഹി അലി ഹുബ്ലി, അവരുടെ ഷെയ്ഖായ മുഹദ്ദിസുൽ ആലം റഹ്മത്തുള്ളാഹി അലി, ഇവരൊക്കെ ഖലീഫയാണ് അല്ലാമ സർദാർ അഹമ്മദ് റഹ്മത്തുള്ളാഹി അലി. മഹാനവറുകൾ കൈവതും ഉമറാഇനോടും മുതലാളിമാരോടും കൈവതും വിട്ടു നിൽക്കുന്ന ഒരു സ്വഭാവമായിരുന്നു. കാരണം സഹവാസം അവരത് വേണ്ട. കാരണം സമ്പത്തിൻ്റെ ഒരു സ്നേഹം വന്നുപോയാലോ അല്ലെങ്കിൽ സമ്പത്തിൻ്റെ പേരിൽ അവരോടുള്ള ബഹുമാനവും അവരോട് ബന്ധമുണ്ടായാലോ എന്ന് പേടിച്ചുകൊണ്ട് സൂക്ഷ്മത പാലിക്കുമായിരുന്നു. എത്രമാത്രം അവരെ മുതലാളിമാരെ വാതിലിൻ്റെ അടുക്കൽ പോവുക, വീടിൻ്റെ അടുക്കൽ പോവുക, അല്ലെങ്കിൽ അവർ ബഹുമാനിക്കുക, അവരെ കൂടെ നടക്കുക, ഇതൊക്കെ വലിയൊരു ഐബായിട്ടാണ് ബഹുമാനപ്പെട്ടവർ കണ്ടിരുന്നത്. എത്രമാത്രം ആരെങ്കിലും ദഅവത്ത് വിളിച്ചാൽ അതിനൊന്നും കൈവതും പോകാറില്ല, സൂക്ഷ്മത പാലിച്ചിരുന്നു. 1375 ഹിജ്റയിൽ 1956 ബഹുമാനപ്പെട്ടവർ ഹജ്ജിന് പോയപ്പോൾ ആ ഹജ്ജ് വേളയിൽ മക്കത്തുൽ മുക്കറമയിൽ വെച്ചിട്ട് പരിശുദ്ധ ഖുർആൻ അഹാദീസിന്റെ വെളിച്ചത്തിൽ വലിയ ഒരു ദിറാസ മഹാനവറുകൾ നടത്തി. വലിയ ഒരു ഇൽമിന്റെ സദസ്സ് നടത്തിയപ്പോൾ ബഹുമാനപ്പെട്ടവരുടെ ഉപദേശം കേട്ടിട്ട് ഒരു മുതലാളി മഹാനവറുകളുടെ ഇൽമും അവിടുത്തെ തഖ്വയുമെല്ലാം നോക്കിക്കൊണ്ട് തൻ്റെ വീട്ടിലേക്ക് ഭക്ഷണം കഴിക്കാൻ വിളിച്ചു. അങ്ങനെ ഒരു മുഅല്ലിമിൻ്റെ മുഖേനയാണ് മഹാനവറുകൾക്ക് ഭക്ഷണത്തിന് വിളിച്ചത്. ആ ഒരുപാട് സമ്മാനവും അതുപോലെ പോവാനും വരാനുള്ളൊക്കെ വാഹന സൗകര്യങ്ങളും എല്ലാം ബഹുമാനപ്പെട്ട സയ്യിദ് സർദാർ അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി, അല്ലാമ സർദാർ അഹമ്മദ് റഹ്മത്തുള്ളാഹി അലൈഹി മഹാനവറുകളിലേക്ക് അയച്ചു. എന്നാൽ ബഹുമാനപ്പെട്ട അല്ലാമ മൗലാന സർദാർ അഹമ്മദ് അൽ ഖാദിരി റഹ്മത്തുള്ളാഹി അലൈഹി ആ ദഅവത്തിനെ ബഹുമാനപ്പെട്ട സ്വീകരിച്ചിട്ടില്ല. മഹാനവറുകൾ പറഞ്ഞു, ഞാൻ ഹറമൈനിലെ അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെ അതിഥിയാണ്, അതുകൊണ്ട് ദുനിയാവിൻ്റെ ആൾക്കാരോ സമ്പത്തിൻ്റെ ആൾക്കാരോ അവരുടെ ദഅവത്ത് ഞാൻ എങ്ങനെ സ്വീകരിക്കുക എന്ന് പറഞ്ഞത് തദ്കിറത്തുൽ മുഹദ്ദിസുൽ ആലം 2ാം വാല്യം 277 പേജിൽ കാണാം. ഏതായാലും
ഓരോരുത്തരുടെയും ഒരു ത്വരീഖാണ്. മഹാനവറുകൾ അത്രമാത്രം സൂക്ഷ്മത പാലിച്ചിരുന്നു എന്ന് ഈ വിഷയത്തിൽ ഇന്ന് പൊതുവെ നമ്മൾ കാണുമ്പോൾ തെറ്റിദ്ധരിക്കാനൊന്നും പാടില്ല. ദീനിന്റെ ആവശ്യത്തിന് വേണ്ടി, സ്ഥാപനത്തിന്റെ ആവശ്യത്തിന് വേണ്ടി പലപ്പോഴും മുതലാളിമാരെയും അതുപോലെ പരിപാടികളിലും മറ്റൊക്കെ കാണാം. പക്ഷേ പൊതുവെ ദീനിന് ഈമാന് നഷ്ടപ്പെടുന്ന വിധത്തിൽ, ദീനിന്റെ അംശം കുറയുന്ന വിധത്തിൽ സമ്പത്തിന്റെ പേരിൽ ബഹുമാനിക്കാൻ പാടില്ല. ഇൽമ് ആണ് വളരെ പ്രധാനപ്പെട്ടത്. അൽ ഇൽമു അഫ്ദലു മിനൽ മാൽ. ഇൽമാണ് സമ്പത്തിനേക്കാൾ മഹത്വമുള്ളത്. പല കാരണം കൊണ്ടെന്ന് ഇമാം റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീർ കബീറിലും ഇമാം അബുൽ സമർഖന്ദി റഹ്മത്തുള്ളാഹി അലൈഹി തംബീഹുൽ ഖാഫിലിലൊക്കെ പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് ഇൽമിന്റെ അഹ്ലുകാരെ ബഹുമാനിക്കുക, ഇൽമിന്റെ അഹ്ലുകാർ അതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതേ സ്ഥാനത്ത് സമ്പത്തിന്റെ ആളുകളെ സമ്പത്തിന്റെ പേരിൽ ഒരിക്കലും ബഹുമാനിക്കാൻ പാടില്ല. സമ്പത്ത് സീനത്തുമാണ്, അതുപോലെ ഫിത്നയുമാണ്. പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്. അതിന്റെ ഹുക്കൂക്ക് പാലിക്കുമ്പോൾ, അള്ളാഹുവിന്റെ ഹുക്കൂക്ക്, അവന്റെ അടിമകളെ ഹുക്കൂക്ക് പാലിക്കുമ്പോൾ അത് സീനത്താണ്. അത് നമ്മൾ സമ്പത്ത് ഗനീമത്തുമാണ്, നിഅമത്തുമാണ്, നഷ്ടവുമാണ് എന്ന ദിറാസയിൽ വിശദമായി സംസാരിച്ചിട്ടുണ്ട്. സമ്പത്തിന്റെ നാശം എന്നതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട്. ഏതായാലും സമ്പത്തിന്റെ പേരിൽ ഒരാളെ ബഹുമാനിക്കേണ്ടതില്ല. നാം പ്രത്യേകിച്ചും മനസ്സിലാക്കണം, ഈ താലീമുൽ ഉമറാ, മുതലാളിമാരെ ബഹുമാനിക്കുക എന്നത് 4 കാരണങ്ങളാണ് ഉണ്ടാകാറ്. അതുപോലെ അതിന്റെ ചികിത്സയും മഹാന്മാരൊക്കെ രേഖപ്പെടുത്തിയതായി കാണാം. താലീമുൽ ഉമറാ, മുതലാളിമാരെ, നേതാക്കളെ ബഹുമാനിക്കുന്നത് ഒന്നാമത്തെ കാരണം എന്താ? സമ്പത്തിനോടുള്ള ഹിർസ്, അത്യാഗ്രഹമാണ്. ഹിർസ് മഹമൂദ്, ഹിർസ് മദ്മൂം 2 വിധത്തിലുണ്ട്. സമ്പത്തിനോടുള്ള ഹിർസ് ഉണ്ടെങ്കിൽ അയാൾക്ക് സമ്പത്തിന്റെ ആളുകളെ ബഹുമാനിക്കാൻ ഇങ്ങനെ തോന്നും. അങ്ങനെ എന്ത് ചെയ്യും? മുതലാളിമാരെ ബഹുമാനിക്കാനും അദ്ദേഹത്തിന്റെ ഭാഗത്തിൽ നിന്ന് സമ്പത്ത് കിട്ടാനും അതിന്റെ കാരണങ്ങൾ കിട്ടാനൊക്കെ നോക്കും. അതിനെ ഇല്ലാതെയാക്കാൻ ചികിത്സ എന്താ? അടിമ എപ്പോഴും ആവശ്യമില്ലാതെ സമ്പത്തിനോട് സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ, സമ്പത്തിനോട് ലറൂറി അല്ലാത്ത ഒരു മഹബത്ത് ഉണ്ടാകാൻ പാടില്ല. അത് നാശത്തിന്റെ കാരണമാണ്. അപ്പൊ സമ്പത്തിന്റെ മഹബത്ത് ഹുബ്ബുദ്ദുനിയ റഅ്സു കുല്ലി ഖതീഅ എന്ന് പറഞ്ഞ മാതിരി സമ്പത്തിനെ സ്നേഹിക്കുക എന്ന് പറയുന്നത് വലിയ ഒരു നാശത്തിലേക്ക് എത്തിക്കും എന്നത് അടിമ എപ്പോഴും ചിന്തിച്ചു കൊണ്ടിരിക്കണം. അങ്ങനെ അല്ലെങ്കിൽ ഈ സമ്പത്ത് എന്തുണ്ടാവും? സുബ്ഹാന ജല്ല ജലാലുഹു അടിമകളുടെ സുഖൂനും എല്ലാം നഷ്ടപ്പെടുത്തും. അടിമകളുടെ സുഖൂനും തുമഅനീനത്തും റാഹത്തുൽ ഖൽബ് എല്ലാം നഷ്ടപ്പെടുത്തുന്നു ഈ സമ്പത്തിനോടുള്ള അധിക സ്നേഹം. ഇന്ന് എത്രയെത്ര ആളുകൾ സമ്പത്തിന്റെ പേരിൽ വിഷമിച്ചു കൊണ്ടിരിക്കുകയാണ്. വലിയ സമ്പത്തിന്റെ ആളുകളായിരിക്കും. സമ്പത്തിന്റെ അങ്ങേയറ്റത്തെ മഹബത്ത്, ചിലപ്പോൾ ചെറിയ കച്ചവടമാണെങ്കിൽ വലിയ കച്ചവടങ്ങൾ ലക്ഷക്കണക്ക് മുടക്കിക്കൊണ്ട് പിന്നെ അവസാനം ഒന്നുമില്ലാത്ത അവസ്ഥ എത്രയോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഖനാഅത്തിന്റെ ജീവിതമില്ലാതെ തൂലുൽ അമല്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ, എൻ്റെ ഉമ്മത്തിന് ഏറ്റവും ഞാൻ കൂടുതൽ പേടിക്കുന്നത് തൂലുൽ അമൽ, മേലും ആഗ്രഹം. ഒരാളുടെ മരണം ഇങ്ങോട്ടാണെങ്കിൽ തൂലുൽ അമൽ അങ്ങോട്ടാണ്. അതിനേക്കാൾ വലിയതാണ് മനുഷ്യൻ ആഗ്രഹിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടിയാളപ്പെടുത്തിക്കൊണ്ട് തന്നെ പഠിപ്പിച്ചത് മിശ്കാത്തിലും മറ്റും ഹദീസ് ഗ്രന്ഥത്തിൽ നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഏതായാലും സമ്പത്തിന്റെ സ്നേഹമാണ് മനുഷ്യനെ വലിയ നാശത്തിലേക്ക് എത്തിക്കുന്നത്. മനുഷ്യന്റെ സമാധാനത്തിനെ തന്നെ നഷ്ടപ്പെടുത്തുകയാണ്. മാത്രമല്ല നന്മകളെ തൊട്ട് ദൂരത്താകുന്നു. സഅലബന്റെ ചരിത്രം വളരെ പ്രസിദ്ധമാണല്ലോ. സഅലബക്ക് സമ്പത്തൊന്നുമില്ല. അങ്ങനെ സമ്പത്ത് കിട്ടിയപ്പോഴോ പിന്നെ പള്ളിയോടുള്ള ബന്ധം എല്ലാം മുറിച്ച് അവസാനം അയാളുടെ അവസ്ഥകൾ ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങളൊക്കെ രേഖപ്പെടുത്തിയ സൂറത്ത് തൗബ വിശദീകരിച്ചുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. സഅലബയുടെ നിഫാഖിനെ സംബന്ധിച്ചും എല്ലാം വിശദീകരിച്ചു ബഹുമാനപ്പെട്ട മുഫസ്സിരീങ്ങൾ സൂറത്ത് തൗബ വിശദീകരിച്ചുകൊണ്ട് രേഖപ്പെടുത്തതായി കാണാം. അപ്പൊ ഏതായാലും നന്മകളെ തന്നെ ദൂരത്താക്കുന്നു സമ്പത്തിന്റെ സ്നേഹം. ചില സമയത്ത് എന്തുണ്ടാകും? ഒരുപാട് തെറ്റുകളിൽ കുടുങ്ങിപ്പോകും സമ്പത്തിന്റെ സ്നേഹം കൊണ്ട്. സമ്പത്തിന്റെ സ്നേഹം മനുഷ്യനെ ചിലപ്പോൾ കിബിറിലേക്കും ഹസദിലേക്കും തുടങ്ങിയ മനസ്സിന്റെ വലിയ വലിയ രോഗങ്ങളിലേക്ക് വ്യാപകമാക്കും. അതിൽ പരീക്ഷിക്കപ്പെടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കി തീർക്കും. മാത്രമല്ല സമ്പത്തിനെ സംബന്ധിച്ച് ഇന്നമാ അംവാലുക്കും ഔലാദുക്കും ഫിത്ന എന്നല്ല പറഞ്ഞത്. അപ്പോ സമ്പത്ത് ഫിത്നയാണ്. സമ്പത്ത് അള്ളാന്റെ ഹുക്കൂക്കും അള്ളാന്റെ അടിമകളുടെ ഹുക്കൂക്കിനെ തൊട്ട് ഗഫലത്ത് ഉണ്ടാക്കാൻ വലിയൊരു കാരണമാണ് സമ്പത്ത് എന്ന് പറഞ്ഞത്.
അപ്പൊ അതുകൊണ്ട് ദുനിയാവിന് വേണം, പക്ഷെ ദുനിയാവിനെ സ്നേഹിക്കാൻ പാടില്ല. സമ്പത്ത് ആവശ്യമാണ്. ആഖിർ സമാനിലെ ദീനിയ പ്രവർത്തനവും ദീനാറ് ദിർഹം കൊണ്ട് നടക്കുള്ളൂ എന്ന് ബഹുമാനപ്പെട്ട ഇമാം അഹ്മദ് റഹ്മത്തുള്ളാഹി അവിടുത്തെ ദീനീ സന്ദേശങ്ങൾ മുസ്തഖ്ബിലിൽ പ്രവർത്തിക്കേണ്ട ശൈലികളൊക്കെ പറയുമ്പോൾ ഉപദേശിച്ചത് കാണാം. അപ്പൊ ചുരുക്കി പറയുകയാണെങ്കിൽ ദുനിയാവും ആഖിറത്തിന്റെ നാശത്തിലേക്ക് ഈ സമ്പത്തിന്റെ സ്നേഹം മനുഷ്യനെ കൊണ്ടുപോകും. അതുകൊണ്ട് നാം വളരെ സൂക്ഷിക്കേണ്ടതുണ്ട്. രണ്ടാമത്തത് തഅലീമുൽ ഉമറ, നേതാക്കളെയും മുതലാളിമാരെ ബഹുമാനിക്കുന്ന രണ്ടാമത്തെ കാരണം ഹുബ്ബുൽ ജാഹാണ്, സ്ഥാനം ആഗ്രഹിക്കുകയാണ്. അവരെ ബഹുമാനിക്കുമ്പോൾ അവരെ ഭാഗത്തിന് വലിയ സ്ഥാനം കിട്ടും, നമുക്കൊരു വലിയ ഒരു മൻസബും മർത്തബയും ലഭിക്കും എന്ന നിലക്കാണ് മുതലാളിമാരെ ബഹുമാനിക്കുക. ആ ഒരു മനസ്സിന്റെ രോഗം ഇല്ലാതെയാക്കാൻ ചികിത്സ എന്താ? മനുഷ്യൻ ഹുബ്ബുൽ ജാഹ്, ആ സ്ഥാനത്തെ ഇഷ്ടപ്പെടുക, സ്വന്തത്തിന്റെ ബഹുമാനത്തിനെ ഇഷ്ടപ്പെടുക എന്നതിന്റെ നാശങ്ങൾ ശരിക്കും നമ്മൾ ചിന്തിക്കണം. അത് ഉണ്ടായാൽ എത്ര വലിയ ഒരു പരീക്ഷണമാണ് നമുക്ക്. കാരണം ഒരു അടിമ ഹുബ്ബുൽ ജാഹിന്റെ രോഗത്തിൽ കുടുങ്ങിപ്പോയാലോ ഓന് ഒന്നിനും പറ്റാത്ത ആളാകും. അല്ലാഹു സുബ്ഹാനഹു തആലയുടെ ഇഷ്ടദാസന്മാർ ഇത്തരത്തിലുള്ള സ്വഭാവത്തെ തൊട്ട് വളരെ ദൂരത്തുണ്ടായിരിക്കും. അങ്ങനെ ഹുബ്ബുൽ ജാഹ് ഇഷ്ടപ്പെട്ടാൽ, ഹുബ്ബുൽ ജാഹ് എന്ന് പറയുന്ന മനസ്സിൽ വന്നു പോയാൽ സ്വാലിഹ്യങ്ങളൊക്കെ നമ്മളോട് അകന്നു പോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. അതുപോലെ തഅലീമുൽ ഉമറാഇന്റെ മുതലാളിമാരെ ബഹുമാനിക്കുക എന്നത് മൂന്നാമത്തെ സബബ് തലബു ഷുഹുറത്ത്, ഷുഹുറത്തിനെ തേടുക. ഇതിന്റെ മുമ്പുള്ള ദിറാസയിൽ പറഞ്ഞതുപോലെ തലബു ഷുഹുറത്ത്, ഷുഹുറത്തിനെ, അതായത് അറിയപ്പെടണം എന്ന് ആഗ്രഹിക്കുക എന്ന രോഗം, അതാണ് മുതലാളിമാരൊക്കെ ബഹുമാനിക്കാൻ കാരണമുണ്ടാകുന്നത്. കാരണം മുതലാളിമാർ ചിലപ്പോൾ നല്ല പ്രസിദ്ധ ആളായിരിക്കും, അറിയപ്പെട്ട ആളായിരിക്കും. അപ്പൊ അയാളെ ബഹുമാനിച്ചിട്ട് ഞാനും ഒന്ന് അറിയപ്പെടട്ടെ എന്ന നിലക്കാണ് ഈ തഅലീമുൽ ഉമറാന്റെ കാരണം കൊണ്ട് എന്ന രോഗം വരുന്നത്. തലബു ഷുഹ്റത്ത് കാരണം കൊണ്ടാണ്. അതിനെ ചികിത്സിക്കേണ്ടത് എങ്ങനെ? തലബു ഷുഹ്റത്തിൽ ഉണ്ടാകുന്ന നാശങ്ങൾ, തലബു ഷുഹ്റത്ത്, ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുമ്പോൾ ഉണ്ടാകുന്ന നാശങ്ങൾ എന്തൊക്കെയാണ്, അതെല്ലാം നമ്മൾ ചിന്തിക്കണം. തലബു ഷുഹ്റത്ത് തന്നെ വലിയൊരു രോഗമാണ്. കാരണം തലബു ഷുഹ്റത്ത്, ഷുഹ്റത്തിനെ ആഗ്രഹിക്കുക, ഞാൻ അറിയപ്പെടണമെന്ന് ആഗ്രഹിക്കുക എന്ന് പറഞ്ഞാൽ ആ വസ്തു തന്നെ അടിമനെ വന്തോഷങ്ങളിലേക്ക് അത് ചെയ്യിപ്പിക്കുന്ന ഒരു വസ്തുവാണ്. തലബു ഷുഹ്റത്ത് കാരണം കൊണ്ട് കളവ്, ഗീബത്ത്, നമീമത്ത്, അതുപോലെ വാഗ്ദാനത്തിന് എതിര് നടക്കുക തുടങ്ങിയ രോഗങ്ങളും ഇതാ അതിലൂടെ കടന്നു വരികയാണ്. അതുകൊണ്ട് തലബു ഷുഹ്റത്ത് വളരെ മോശപ്പെട്ടലും ഒരുപാട് ഖബീഹായ ഒരു കാര്യമാണ് എന്ന് നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. തഅലീമുൽ ഉമറാഇന്റെ നാലാമത്തെ കാര്യം ജീവിതമൊക്കെ ആഡംബരമുള്ള ജീവിതം ആഗ്രഹിക്കുക. കാരണം ഉമറായിനെ ബഹുമാനിക്കുമ്പോൾ ഉമറാനെ ബഹുമാനിക്കുന്ന എന്തിനാണ്? കാരണം അവരെ പോലത്തെ ജീവിതം ജീവിക്കാൻ വേണ്ടി. അങ്ങനെ ജീവിതത്തിന്റെ ആഡംബരം ഉദ്ദേശിച്ചുകൊണ്ടാണ് മുതലാളിമാരെ ബഹുമാനിക്കുക. അതില്ലാതാക്കൽ എങ്ങനെ? അങ്ങനെ ഇവിടെ ആഡംബരത്തോട് ജീവിച്ച ആൾക്കാരും സമ്പത്തിന്റെ ആൾക്കാരും ഇവിടെ കുറെ കഴിഞ്ഞു പോയിട്ടുണ്ട്. ഖാറൂന് പോലത്തെ വലിയ മുതലാളിമാര്, ചക്രവർത്തികൾ, രാജാക്കന്മാര് എത്രയാണ് ഇവിടെ പോയത്. അവരൊക്കെ ഭൂമി പിടികൂടിയിട്ടുണ്ട്. അതുകൊണ്ട് അവരുടെ അവസ്ഥകൾ ചിന്തിക്കുക, അവിടുത്തെ ആഖിബത്തൊക്കെ ചിന്തിക്കുക. മാത്രമല്ല ഇന്ന് പല ലക്ഷക്കണക്ക് ആളുകൾ അങ്ങനെ അവരെല്ലാം അങ്ങനത്തെ സമ്പത്തിന്റെ പേരിൽ വലിയ വലിയ ആൾക്കാർ, രാജാക്കന്മാർ, സമ്പത്തിന്റെ ആൾക്കാർ, ഇന്ന് ലക്ഷക്കണക്ക് ആളുകൾ ഭൂമിന്റെ തായിൽ മറവിട്ട് കിടക്കുകയാണ്. എന്നാൽ ആ കൂട്ടത്തിൽ തന്നെ ഈമാൻ നശിപ്പിച്ച ആൾക്കാരുണ്ട്. ഖബറിന്റെ അദാബിൽ ഇതാ 24 മണിക്കൂർ ഖബറിലെ അദാബിൽ ഇതാ ശിക്ഷ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് റബ്ബിന്റെ തീരുമാനം, റബ്ബിന്റെ ഹിക്മത്ത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. അള്ളാഹുവിനെ എപ്പോഴും പേടിക്കേണ്ടതുണ്ട്. നമ്മുടെ ഈമാൻ സലാമത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അപ്പൊ അതുകൊണ്ട് തഅലീമുൽ ഉമറാ ചിന്തിക്കുമ്പോൾ നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം എത്ര മുതലാളിമാർ ഇവിടുന്ന് പോയി. ആ മുതലാളിമാരുടെ അവസ്ഥ എന്തായിരുന്നു? എത്ര വലിയ വലിയ ക്യാപ്റ്റന്മാര്. നമ്രൂദിന്റെ അവസ്ഥ എന്താണ്? ബുഖ്ത്നസറിന്റെ അവസ്ഥ എന്താണ്? ഫിർഔനിന്റെ അവസ്ഥ എന്താണ്? ഇങ്ങനെയുള്ള വലിയ വലിയ മുതലാളിമാരുടെ അവസ്ഥ എന്തായിപ്പോയി എന്നത് നാം എപ്പോഴും ചിന്തിക്കുകയും നമ്മുടെ ആഖിബത്ത് നന്നാകാൻ, ഈമാൻ സലാമത്താകാൻ എപ്പോഴും പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കണം. അല്ലാഹു സുബ്ഹാനഹു തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി താരീഖുൽ ഖുലഫയിൽ പറഞ്ഞൊരു സംഭവം കാണാം. ഒരു രാജാവ്
ഒരു ഖലീഫ നിൽക്കുന്ന സമയത്ത് ഇതാ ഖലീഫ വരുന്ന സമയത്ത് അവിടെ സദസ്സിലുള്ള എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുകയാണ്. ഒരാൾ മാത്രം എഴുന്നേറ്റ് നിന്നില്ല. രാജാവ് ചോദിച്ചു, ഖലീഫ ചോദിച്ചു, എന്റെ ഖിലാഫത്തിനെ അംഗീകരിച്ചിട്ടില്ലേ? ആ സമയത്ത് മന്ത്രി പറഞ്ഞ അയാൾക്ക് കണ്ണ് കാണാത്തതിന്റെ പേരിലാണ്. സുബ്ഹാന ജല്ല ജലാലുഹു. ആ മഹാനവറുകൾ, എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അഹമ്മദ് സവാർ തങ്ങൾ, അഹമ്മദ് മഅദിൽ തങ്ങൾ ഉടനെ പറഞ്ഞു, എനിക്ക് കണ്ണ് കാണാത്തതിന്റെ പേരിലല്ല, എന്നെ കണ്ട് ബഹുമാനിച്ച് ആദരിച്ച് ഒരാൾ എഴുന്നേൽക്കണമെന്ന് ഇഷ്ടപ്പെട്ടാൽ അയാൾ നരകത്തിൽ കടക്കുമല്ലോ, അതുകൊണ്ട് നരകത്തിൽ നിങ്ങൾ കടക്കരുത് എന്ന നിലക്ക് നിങ്ങൾ അങ്ങനെ ഇഷ്ടപ്പെടാൻ പാടില്ല എന്നതിലേക്കാണ് ഞാൻ എഴുന്നേറ്റ് നിൽക്കാത്തത് എന്ന് ബഹുമാനപ്പെട്ട പറഞ്ഞത് ഇമാം സുയൂത്ത് റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ താരീഖുൽ ഖുലഫയിൽ ഉദ്ധരിക്കുകയാണ്. അവ ചുരുക്കി പറയുകയാണെങ്കിൽ നമ്മൾ മുതലാളിമാരെ ബഹുമാനിക്കുക, സമ്പത്തിന്റെ പേരിൽ ബഹുമാനിക്കുക, അത് വളരെ മോശപ്പെട്ട സംഗതിയാണ് എന്നത് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തുകയാണ്. അതും മനസ്സിന്റെ രോഗങ്ങളിൽ പെട്ട ഒരു രോഗമാണ്. നാം പ്രത്യേകം ചിന്തിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെയും നമ്മുടെ മാതാപിതാക്കൾ, നമ്മുടെ ഉസ്താദുമാർ, മശായിഖുകൾ, പ്രത്യേകിച്ചും ശൈഖുൽ ഉസ്താദ്, അതുപോലെ സർവ്വ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു തആല ഖൈറ്, ലുത്ഫ്, ആഫിയത്ത്, സലാമത്ത്, ഇസ്തിഖാമത്ത്, സആദത്തുദ് ദാറൈൻ നൽകി അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല ദുനിയാവ്, സമ്പത്ത്, ഇവകളെല്ലാം, നമ്മുടെ ആരോഗ്യം എല്ലാം അല്ലാഹുവിന്റെ ഹുഖൂഖ്, അല്ലാഹുവിന്റെ അടിമകളുടെ ഹുഖൂഖ് പാലിക്കാൻ എല്ലാം തൗഫീഖോടുകൂടെ അതിലെല്ലാം അല്ലാഹു നമുക്ക് ബർക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഏവരും ദുആ ചെയ്യണമെന്ന വസിയത്തോടുകൂടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.